എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു തങ്കത്തൂവാലയുടെ കഥ. ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ ഒരിടത്ത് ജീവിച്ചിരുന്നു. ആ ധനികനായ മനുഷ്യന് ഒരു തങ്കത്തൂവാല ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ഭദ്രതയോടെയും സൂക്ഷ്മതയോടെയും കൂടെയാണ് തൻ്റെ തങ്കത്തൂവാല സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം താൻ രാവിലെ ഉറക്കമുണർന്നപ്പോൾ തൻ്റെ തങ്കത്തൂവാല കാണുവാനില്ല. അദ്ദേഹം വീട് മുഴുവൻ പരതി നോക്കി. പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ തങ്കത്തൂവാല കണ്ടെത്താനായില്ല. അദ്ദേഹത്തിന് ഉള്ളിൽ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. അപ്പോൾ ആലോചിക്കുന്നതിനിടയിൽ അദ്ദേഹം കരുതി തൻ്റെ തങ്കത്തൂവാല തൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആ വേലക്കാരൻ എടുത്തു കാണുമെന്ന്. ആ വേലക്കാരൻ രാവിലെ ജോലിക്ക് വരുന്നതും കാത്ത് ആ ധനികനായ മനുഷ്യൻ കാത്തിരുന്നു. അങ്ങനെ വേലക്കാരൻ തൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നു. യാതൊരു കാരണവും കൂടാതെ ആ ധനികനായ മനുഷ്യൻ വേലക്കാരനെതിരെ ശക്തമായി വഴക്ക് പറയുകയാണ്. എന്നാൽ ആ വേലക്കാരൻ തൻ്റെ ഈ വഴക്ക് കേൾക്കുന്നതൊക്കെ നിശബ്ദനായി നിന്ന് കേൾക്കുകയും അദ്ദേഹം വീട്ടിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ആ ധനികനായ മനുഷ്യൻ തൻ്റെ വീട് വീണ്ടും നോക്കുന്നതിനിടയിൽ തൻ്റെ തങ്കത്തൂവാല തിരികെ ലഭിക്കുകയാണ്. ഉടനെ തന്നെ ആ ധനികനായ മനുഷ്യന് തൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നുകയാണ്. താൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം വെച്ചാണല്ലോ അവൻ്റെ കള്ളനാണെന്ന് കരുതിയത് എന്ന് വെച്ച് തൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നുന്നു. പിറ്റേന്ന് രാവിലെ ആ വേലക്കാരൻ ജോലിക്ക് വരുമ്പോൾ ആ വേലക്കാരനോട് പറയുന്നു, എൻ്റെ തങ്കത്തൂവാല ലഭിച്ചു. ഞാൻ താങ്കളൊരു കള്ളനായിരിക്കുമെന്ന് കരുതി, തങ്ങളുടെ വസ്ത്രം വെച്ച് താങ്കളൊരു കള്ളനായിരിക്കുമെന്ന് കരുതി, അതാണ് ഞാൻ താങ്കളോട് ദേഷ്യപ്പെട്ടത് എന്ന് പറയുന്നു. എന്നാൽ ഈ വേലക്കാരൻ വളരെ സൗമ്യനായിട്ട് ആ ധനികനായ മനുഷ്യനോട് പറയുകയാണ്, ഞാനും അങ്ങയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങയുടെ ഈ വസ്ത്രം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു താങ്കൾ ഒരു മാന്യനായ വ്യക്തിയായിരിക്കുമെന്ന്. അപ്പോൾ രണ്ടുപേരും പരസ്പരം തെറ്റുപറ്റിയതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് ഈ കഥയിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. പലപ്പോഴും നമ്മളുടെ വേഷങ്ങളൊക്കെ പലപ്പോഴും വേഷം കെട്ടലുകളായി മാറുമ്പോൾ നാം നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് പലരെയും കുത്തി നോവിക്കുമ്പോൾ എല്ലാവരിലും ചില നന്മകൾ അല്ലെങ്കിൽ എല്ലാവരിലും ചില നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഇതാണ് ഈ തങ്കത്തൂവാല നൽകുന്ന സന്ദേശം. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.